നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ സങ്കീർത്തന ശുശ്രൂഷയിലേക്ക് കിടക്കുകയാണ്. സങ്കീർത്തന ശുശ്രൂഷയ്ക്കായിട്ട് പാസ്റ്റർ ബിജു ഡാനിയൽ ദേവദാസനെ ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വാക്യമായി സങ്കീർത്തനം 34, Psalms 34. നമുക്ക് വാക്യമായി വായിക്കാമല്ലോ. സങ്കീർത്തനം 34. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവീൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അനർത്ഥം ദുഷ്ടരെ കൊല്ലുന്നു, നീതിമാനെ ഭയക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കഴിഞ്ഞ 2 ദിനരാത്രങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം, അസാധാരണമായ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലവും ആ ദൈവ സാന്നിധ്യം ഈ ആലയത്തിനുള്ളിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. എനിക്ക് പിന്നാലെ അനേക ദൈവദാസന്മാർ ദൈവവചനത്തിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. എന്നാലും എനിക്കൊരു സമയം തന്നിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ ഞാൻ സങ്കീർത്തനത്തിൽ ചില 1-2 വാക്യങ്ങൾ വായിച്ച് പ്രബോധിപ്പിച്ചുകൊണ്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. വിശേഷാൽ ഇന്ന് നമ്മുടെ MBAക്ക് നേതൃത്വം നൽകുന്ന എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ നമ്മുടെ പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുന്ന ജെയിംസ് പാസ്റ്റർ, എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അതോടൊപ്പം തന്നെ നമ്മുടെ മധ്യേ ഗസ്റ്റ് സ്പീക്കറായിട്ട് കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ ഷിബു തോമസ്, സജു മാവേലിക്കര, നമ്മുടെ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ടോം, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 34-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് ഞാനിവിടെ പറയുന്നില്ല. കാരണം നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരും പെന്തക്കോസ്തുകാരാണ്. സ്തോത്രം പറഞ്ഞാട്ട് എനിക്ക് തോന്നുന്നു പെന്തക്കോസ്തുകാർക്കാണ് എല്ലാ ദിവസവും മാനസാന്തരം വേണ്ടത്. പെന്തക്കോസ്തുകാർ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. സ്തോത്രം. ദാവീദ് പറയുകയാണ് 34:1 പറയുകയാണ്, ഞാൻ യഹോവ എല്ലാ കാലത്തും. നമുക്ക് പറ്റുമോ? ഞാൻ യഹോവ എല്ലാ കാലത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ ഇരിക്കും. ഇവിടെ ഭക്തൻ പറയുകയാണ്, എനിക്കൊക്കും. പക്ഷെ നമുക്കും ഒക്കണം. ഹല്ലേലൂയ. ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മൾ ഫുഡ് കൗണ്ടറിൽ ലോങ് ക്യൂ ഉണ്ടെങ്കിൽ ആ സമയത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. സ്തോത്രം പറഞ്ഞിട്ട്
അല്ലേ? എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. ആഹാരം കുറഞ്ഞു പോയാലും ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. അഥവാ ഏത് പ്രതിസന്ധികളിലും ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥമായ ഒരു ദൈവ ഭക്തർ എന്ന് പറയുന്നത്. ഏത് പ്രതിസന്ധികളിലും ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നവൻ. പെന്തക്കോസ്തുകാർക്കും രക്ഷിക്കപ്പെട്ടവർക്കും സ്നാനപ്പെട്ടവർക്കും പ്രതിസന്ധി ഇല്ല എന്നുള്ളതല്ല. നമുക്കെന്നുണ്ട് കഷ്ടമുണ്ട്. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്കെന്നുണ്ട് കഷ്ടമുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അതുകൊണ്ട് എല്ലാ സമയങ്ങളിലും നമ്മൾ എങ്ങനെ ആയിരിക്കണം? ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. അടുത്ത ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞതിന് ശേഷം ഞാൻ ഇരിക്കാം. മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ. കർത്താവ് പണ്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ എവരും എന്താകണം? എനിക്ക് തോന്നുന്നു ഇതുവരെ അതിന് മറുപടി കിട്ടിയിട്ടില്ല. സ്തോത്രം. ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. ഈ പിശാചിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഐക്യതയെ കെടുത്തുക എന്നുള്ളത്. അത് കുടുംബത്തിലാകട്ടെ, സഭയിലാകട്ടെ, ഏത് പ്രദേശത്തിലും ജനത്തിൻ്റെ ഐക്യതയെ കെടുത്തുക എന്നുള്ളതാണ് ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പിനെ ബ്രേക്ക് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്താൽ ആര് ജയിച്ചു? നിങ്ങളൊന്ന് പ്രതികരിക്കണേ. വേഗം നിർത്താം. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഞാനൊരു വലിയ പ്രസംഗകനൊന്നും അല്ലെങ്കിലും ഞാൻ പറയുന്നത് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയും. സ്തോത്രം. അതുകൊണ്ട് എന്നെ പലരും ഇഷ്ടമല്ല. ഞാനത് വലിയ കാര്യമാക്കുന്നില്ല. അപ്പം നാം ഒന്നിച്ച് ആരെ ഉയർത്തണം? ദൈവത്തെ ഉയർത്തണം. അപ്പം നമ്മുടെ MBAയുടെ ആപ്തവാക്യം എന്താണ്? എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തണം. അതുകൊണ്ട് ഈ നാളുകളിൽ എന്തോ ചെയ്യണം? നമുക്ക് ഒരുമനയ്ക്ക് വേണ്ടി, ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഐക്യത ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ MBAക്ക് വന്നിരുന്ന് കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞു. സ്തോത്രം. അടുത്ത വാക്യം: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദേവദാസൻ, നമ്മുടെ MBAയുടെ പ്രസിഡന്റ്, ആദ്യത്തെ മീറ്റിംഗ് മുതൽ പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഒരു തീമാണ് ആരെ ശ്രദ്ധിച്ചു നോക്കണം? യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ഹല്ലേലൂയ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ചിലതൊക്കെ കാണാം. നമുക്ക് ചുമ്മാതെ നോക്കാം, ശ്രദ്ധിച്ച് നോക്കാം. നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന നേരം നമ്മൾ ചെറുക്കനായാലും പെണ്ണായാലും എന്ത് ചെയ്യും? ശ്രദ്ധിച്ചു നോക്കും. കാരണം വർഷങ്ങളോളം നമ്മുടെ കൂടെ താമസിക്കേണ്ടതാണ്. ഒരുപാട് സംസാരിക്കും, എന്നിട്ട് പോലും ഇപ്പം നിൽക്കുന്നില്ല, അല്ലേ? അപ്പം ഇവിടെ പറയണ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ഈ ജനനവും മരണവും നമ്മൾ തീരുമാനിക്കുന്നതല്ല. ആണോ? അല്ല, അത് ദൈവം തീരുമാനിക്കുന്നതാണ്. എന്നാൽ ഇതിനിടയിലുള്ള ഒരു യാത്രയുണ്ട്. അതെന്താണ് യാത്ര? ജീവിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ജീവിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. ജീവിക്കുക എന്നുള്ളത് ആര് ചെയ്യേണ്ടതാണ്? നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ക്രിസ്തുവിൽ ജനിക്കണം, ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിൽ മരിക്കണം, ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? നമ്മളിവിടെ പാട്ടും പാടി പ്രാർത്ഥിച്ചു പോകാനുള്ളവരല്ലല്ലോ. നമുക്കൊരു പ്രത്യാശയില്ലേ? നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് വരും. ആരെ പറഞ്ഞു വന്നിട്ട് പോയെന്ന്? ഇല്ല, കർത്താവ് വരും. നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ കർത്താവിൻ്റെ വരവിനായി എന്ത് ചെയ്യണം? നാം നോക്കി പാർത്തിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിനെ നോക്കിയാൽ, ഒരു 5 മിനിറ്റുള്ളിൽ ഞാൻ ഇരിക്കാം. ക്രിസ്തുവിനെ നോക്കിയാൽ ക്രിസ്തുവിൽ ചിലത് കാണാം. ശ്രദ്ധിച്ചു നോക്കിയാൽ എന്താണെന്നറിയോ കാണുന്നത്? ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്തൊക്കെ കാണാം? ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ അനുസരണം കാണാം, ക്രിസ്തുവിൻ്റെ സ്നേഹം കാണാം, ക്രിസ്തുവിൻ്റെ താഴ്മ കാണാം, അല്ലേ?
ഇപ്പം നമ്മളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളിൽ ഉണ്ടാകണം. നമ്മൾ ക്രിസ്തുവിൽ വസിക്കുകയാണെങ്കിൽ, ക്രിസ്തു നമ്മിൽ വസിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മളിൽ ഉണ്ടാകണം. ഇതൊന്നും ഇല്ലെങ്കിൽ, ഇന്നലെ റോജി പാസ്റ്റർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കഴുത്തെ കെട്ടുന്ന വള്ളി ഉണ്ടായിരുന്നു, പക്ഷേ എന്തില്ല, ഫോട്ടോ ഇല്ല, എങ്ങാണ്ട് ഊരിപ്പോയി. ചിന്തിച്ച് അദ്ദേഹം അതുണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ പരിശുദ്ധാത്മാവ് പോയാൽ, ചിലർ ഇപ്പോഴും പറയുന്നത് പരിശുദ്ധാത്മാവ് എന്നേ പോയി, ഇപ്പോഴും ഉണ്ടെന്നും പറഞ്ഞ് ആ വള്ളിയുണ്ട്, എന്നേ പോയി. സ്തോത്രം. ആ ക്രിസ്തുവിലുള്ള സ്നേഹം, ആ ക്രിസ്തുവിൻ്റെ താഴ്മ, ആ കർത്താവിൻ്റെ അനുസരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആ ക്രിസ്തുവിനെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം. നമ്മുടെ യാത്രയിൽ അനേക പ്രതികൂലങ്ങളുണ്ടാകാം, തടസ്സങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം. ഒറ്റ നോട്ടം ക്രിസ്തുവിൽ മാത്രം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഈ സമയം നിർത്തുന്നതിന് മുമ്പായി ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കരുത്, മനുഷ്യനിൽ ആശ്രയിക്കരുത്. ഏതു നേരവും മാറും, ഏതു നേരവും സ്വഭാവം മാറും. എന്നാൽ സ്വഭാവം മാറാത്ത ഒരുവനുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. അവനിലേക്ക് നോക്കുക, ആ ക്രിസ്തുവിലേക്ക് നോക്കുക. നമ്മുടെ യാത്ര അതിശക്തമായി തുടരുക, മുന്നേറുക. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു പാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ ചുരുങ്ങിയ സമയം കൊണ്ട് തരുവാൻ കർത്താവ് സഹായിച്ചു.